സിന്ധു മാം വ്ലോഗ്സിന്റെ പുതിയൊരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഏതായാലും ചേട്ടത്തിനെ കിട്ടിയിട്ട് മകളെ കിട്ടിയിട്ടുണ്ടോ, കൊച്ചുവാളെ കിട്ടുക മണിയില്ല. ഞാൻ പോകുന്നത് മഴ തന്നെ കോട്ടയില് തിരികെ എനിക്കറിയത്തില്ല എവിടോട്ടാ പ്ലാനും പദ്ധതി ഒന്നും എനിക്കറിയത്തില്ല. അമ്മ റെഡിയാകാമെന്ന് പറഞ്ഞു. നീ റെഡിയാകുന്നുണ്ടോ? നേരെ പുറത്ത് പോയി എത്ര പ്രാവശ്യം ഞാൻ കേട്ടത് എനിക്കറിയത്തില്ല. എങ്ങോട്ടാ പോകുന്നത് പിള്ളേരെ, എങ്ങോട്ടാ പോകുന്നത്? പോയേക്കാം. യെസ്, അതെ അതെ. അമ്മയുടെ വക ഇന്ന് എന്തൊക്കെയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ അമ്മ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതാ. വാ മക്കളെ വന്ന വഴി തന്നെ താക്കോല് തരാനാന്ന് മേടിച്ചോ. അല്ലമ്മോ, അതല്ലമ്മോ, താക്കോല് എടുക്കാൻ അമ്മൂന് തരാനാന്ന് മേടിച്ചോ. ഞങ്ങക്ക് വേണ്ട, ഞങ്ങക്ക് തൃശ്ശൂർ വിട്ട് വരാൻ പറ്റില്ല. വേണ്ട, നിർബന്ധിക്കരുത്. വേണ്ട, നിർബന്ധിക്കരുത്. ഒന്നുകൂടി നിർബന്ധിച്ചാൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോയിട്ട് വരാം. മുടിയൊക്കെ ഞാൻ കിട്ടിക്കൊടുത്ത എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ചെരുപ്പടിയല്ല കേട്ടോ, അത് അപ്പന്റെ പാരമ്പര്യം കിട്ടും. ഞാൻ പണ്ട് വരണുണ്ട്. പോവാ എന്തായാലും. അമ്മ വന്നു സ്നേഹലോലയാ. നീ എല്ലാം എടുത്താലും നീ ഇതിനുള്ള മരുന്ന് കൊടുക്കണോ? ഒന്നുമില്ല ഡൗട്ടി, ഒന്നുമില്ല. പാട്ട് പാടിയോ? പാട്ട് പാടിയോ? പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വെയിലും ഇല്ല, അതേപോലെ തന്നെ മഴയില്ല. അങ്ങനത്തെ ഒരു മൂടിക്കെട്ടി ഒരു ചെറിയൊരു രീതിയിൽ നിൽക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അല്ലേ. ഈ പാലെടുത്ത് വെച്ച കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അടുപ്പിച്ച് ഞാൻ തുറന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതേ കുറേ ബേക്കറിയൊക്കെ വെച്ച് നിന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തിന്നത്തില്ലാത്ത സാധനമാണ് കേട്ടോ. പപ്പ മേടിക്കേണ്ടതെന്നോട് വഴക്കായിരുന്നു. ചെറുടെ കടയിലൊക്കെ കയറിയിട്ടാണ് വന്നേക്കുന്നത്. ഉഴുന്നുവടയുണ്ട്. ഉഴുന്നുവട ഇപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും. ഫ്രഷ് ഉഴുന്നുവടയും ഉണ്ടായി. പപ്പയുടെ കടയിലത്തെ കേട്ടോ എല്ലാം വേണ്ട. പിന്നെ എനിക്ക് എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ എണ്ണ കഴിഞ്ഞായിരുന്നു. അപ്പം എനിക്ക് എണ്ണ എൻ്റെ റോസച്ചെടിയിലും ചെത്തിയിലും എല്ലാം ഓന്ത് കയറുന്ന മാതിരി ദൈവമേ വലിഞ്ഞ് കയറുന്നു. അസൽ ഓന്ത് കയറുന്ന മാതിരി കയറുന്നു. ഇതേതാ ഓന്തുചാരിയോ? ഓന്തുചാരിയാണ്. പീഷ് എന്നൊരു പറയുമ്പോൾ ഇപ്പം ഭയങ്കര കൈ കൂപ്പിയിട്ടൊക്കെ പീശൊക്കെ പറിച്ചില്ല കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഉടുപ്പൊക്കെ താത്തിട്ടിട്ട് പറ. ഓ ഹായ്, ഹൗ ആർ യു എന്ന് ചോദിച്ചേ. ഹൗ ആർ യു ചോദിച്ചേ. ഹൗ ആർ യു. ഞാൻ പാപ്പു വീട്ടിൽ വന്നാന്ന് പറ. മുറുക്ക പറ. കല്യാണിയുടെ കൂടെ കളിക്കാൻ വന്നാന്ന് പറ. കല്യാണി ചേച്ചിയുടെ കൂടെ ഉടുപ്പൊക്കെ താത്തിട്ട് ഇതേ കുണ്ടിയും കാണിച്ചുകൊണ്ട് നടക്കുന്ന. അയ്യേ, ഉടുപ്പ് താത്തിട്ട് പ്രവശം കൈ വായിന്നെടുക്ക്. എന്നിട്ടോ ഡാൻസ് കളി. കളി. ഇതന്നെ ഡാൻസാ? ഇതന്നെ എക്സസൈസോ? അച്ചു എങ്ങനെ എക്സസൈസ് ചെയ്യുന്നേ? ഇങ്ങനെ എങ്ങനെയാടി അച്ചു വെച്ച് എക്സസൈസ് ചെയ്യുന്നേ? ചെയ്യ, അവിടെ പോയി ചെയ്യേ. അവിടെ കായ് വായിന്ന് ഇരുന്നോണ്ടാണ് അച്ചു എക്സസൈസ് ചെയ്യുന്നേ. ഉഷാമ്മയോട് തമ്പുരു എന്തിയെന്ന് ചോദിച്ചോ? ഉഷാമ്മയോട് ടമ്പുരുവിനോട് കൂട്ടുണ്ടോ കൊച്ച്? ഉണ്ടോ?
ഒട്ടും ഒച്ചയില്ല, ഒട്ടും ഒച്ചയില്ല. ഈ പാവം കൊച്ച്. ആളാപ്പിയത് എല്ലാവർക്കും ഇപ്പൊ കാറാണല്ലോ. എന്റെ ദൈവമേ, വണ്ടി ഓടിക്കാൻ പഠിച്ച് എനിക്ക് മാത്രം കാറില്ല. ആ ഇങ്ങോട്ട് മാറിക്കേ, കാണിച്ച ചീമ നോക്കിയെന്നല്ലേ. എന്റെ കാറാത്, അത് എന്റെ കാർ. ആ റിമോട്ടോ റിമോട്ട് വർക്കാകത്തില്ലടി. എന്നോട് JCB കൊണ്ടു വെച്ചിട്ട് പറയാം, സിന്ധു ഇത് ഓഫാണ്. നൈറ്റ് ഇല്ലാതെ വന്ന് വന്ന പിറ്റേ ദിവസം പാൽ ഇപ്പൊ ഇടാനില്ല, അതെങ്കിൽ കയറത്തില്ല. ആ അത് മതി. ഇപ്പൊ വന്നിട്ട് വീട്ടിലും ചുരിദാറാക്കിയില്ല ദൈവമേ. ഒതുക്കം ഉണ്ടല്ലോ, എളുപ്പം ഉണ്ടല്ലോ. എന്നാ അനി റിമോട്ടാണോ? ആ അതിനകത്തുണ്ട്. ഒരു പേരത്തെയും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പേരത്തെയും ഒരു ഞങ്ങള് ആ ചേന കൊണ്ടുവന്നിട്ട് ചുമകള് വന്നു. അത് ഒരു കരിക്കുണ്ട്, അതിനാൻ വേണ്ടി പോവാ കേട്ടോ. അയ്യോ, ഷൂ ഒക്കെ ഇട്ട് പോകുന്നുണ്ടോ. ഞാൻ അവിടെ മീൻ്റേത് കൊണ്ട് കുഴിച്ചിട്ടത്, അത് പൂച്ച മാന്തിന്ന്. അങ്ങോട്ട് പോകണവനെ, അവിടെ കാടാ. ഇവിടെ വാ, ഇവിടെ പോ. ഇതാ കരിക്ക്. വാ, പോയി നിൽക്കുന്നു. വാ ഇവിടെ വാ, ഇപ്പം ഇങ്ങോട്ട് വാ. അച്ചു വന്നിട്ട് കരിക്ക് പറിച്ചു തരും. ടിപ്പിട്ടിപ്പ് ഉറങ്ങിയോ? ഹായ്, തേങ്ങയല്ലത് കരിക്കാ. ആ കൊന്നക്കമ്പിട്ടിട്ട് കൊടി വയ്ക്കാനാണെന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ. എന്താടോ മോനെ, അത് എന്തായാലും അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. മോനത് പൊട്ടിച്ചോ? വല്ല വെള്ളം ഉണ്ടോന്ന് ദൈവത്തിനറിയാന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കരിക്ക് അത് നിർബന്ധമാണല്ലേ വെച്ച്. തേങ്ങ അല്ലെങ്കിൽ ഇന്ന് വിച്ചുവിനെ നമ്മള് തെങ്ങിന്റെ ഉള്ളിൽ. അയ്യോ, എത്ര തെങ്ങിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. തെങ്ങയോ വിച്ചു? അതാ കിടക്കുന്നു. എവിടെ? തേങ്ങ കടിച്ച് കൊല്ലണോ? ആ ചെയ്യരുത് അല്ലേ. ജീവിച്ചോട്ടെ വെച്ച് ഏതായാലും ഒരെണ്ണം പൊട്ടിക്കും. ഞങ്ങള് കൊച്ചു കപ്പുമായിട്ട് നിൽക്കാന്നുണ്ട് 1/2 മണിക്കൂറായി. അതടർന്നു വന്നിട്ടില്ല. ആ പൊട്ടിക്ക്. ചുമ്മാ ആക്ടിങ് ആണ്. ആ സമ്മതിച്ചു, പൊട്ടിക്ക്. കൊച്ചു ഒരു കരിക്ക് പോലും പൊട്ടിക്കാറിയാന്ന് എന്നോട് പറയുന്ന ആള് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കടവുള്ള ഇടിക്ക്. ആയിക്കോട്ടെ, വേഗം കലക്ക്. ആ സിമെന്റില് അവിടെ അയ്യോ ഓ സെറ്റ്. ഞങ്ങൾ ഇടുക്കിക്കാരെങ്ങനെയാന്ന് പറഞ്ഞേ? ഞങ്ങൾ ഇടുക്കിക്കാര് ചാനി വരെ ചിരിച്ചു പോയി, വെട്ടി വെച്ചു. ഞങ്ങൾ ഇടുക്കിക്കാര് ഭയങ്കര ഒരു സംഭവങ്ങളാണ്. തേങ്ങ ഇടണമെങ്കിൽ ഇവരുടെ പരപ്പുറത്ത് നിന്നുകൊണ്ട് തോട്ടിക്ക് വലിച്ചിടാല്ലോ. ആരോ പരപ്പുറത്ത് കയറാൻ. ആ നമ്മുടെയോ? കാല് കൈ പൊട്ടി. മാറേക്ക് മോനെ. ആ അതാ, അല്ലാണ്ട് എന്റെ ഞങ്ങള് ഇടുക്കിക്കാരുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. ഏത്? ആ അതില്ല തൂക്കി ചതഞ്ഞു പോയി കൈ. കണ്ടോ ഈ വിരല്? ഇപ്പൊ അമ്മച്ചമ്മ ചല്ലും. ചെരുപ്പിട്, ചല്ലും കുഞ്ഞിനെ. ഇവിടെ നട്ട് വയ്ക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടിരിക്കും കേട്ടോ. ദൂക്കുമ്പോ ചതഞ്ഞു പോയി വിരലിന്റെ.
എന്റെ പൊന്നെ അല്ലേ കരിനീല കളറായി വെള്ളം നല്ല ഇടിയായി പോയി. നല്ല പേര കൊണ്ടുപോയി ഇല്ല ചെരുപ്പാണേ മോന്റെ കാല ചെരുപ്പ് ചെളി വരും. ആരെ കൊന്നക്കം വിട്ടെ സജി ഫാമിലി മെമ്പേഴ്സ് പറയാം അമ്മ കൊച്ചിനെ ചെരുപ്പിടി അവള് ഇടിയല്ലേ. ഞാൻ ഇപ്പൊ വന്നപ്പോ ഇട്ട് കൊടുത്ത അപ്പിയാന്ന് ഊരിക്കളയാൻ. അപ്പിയാ ഊരിക്കളയാൻ ഉണ്ടോ? അതിന് ഇഷ്ടമില്ല. കണ്ടോ അമ്മ ഊരെ മക്കളെ എന്നാ ഊരിക്കിട്ട് നിർത്ത് പോ. തൃശ്ശൂർ നമ്മുടെ വീടൊക്കെ എടുത്ത് ആരും ചെരുപ്പ് പിള്ളേരെ ഇടാൻ സമ്മതിക്കില്ല, മണ്ണിലൊക്കെ ചവിട്ടി വളരാൻ പറയും. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ശീലിപ്പിച്ചിട്ട് ഇപ്പം എന്ത് സന്തോഷം. കൈ ചതഞ്ഞവർക്ക് വെള്ളം കൂടുതലാണ്. തേങ്ങ പൊട്ടിച്ച് തിന്നു കേട്ടോ. അവിടെ ചേച്ചി നിന്ന് വർത്താനം പറയുന്ന വാന്ന് ഉച്ചാമ്മ വാന്ന് ഉച്ചാമ്മ വാന്ന് പറ. ഉച്ചാമ്മേന്ന് വിളിച്ചേ. ഉച്ചാമ്മേന്ന് വിളി. പുളി പുളി വെച്ചേക്കുന്നു. രണ്ടുപേരും ഇരുന്ന് തട്ടുന്നുണ്ട്. ഒരാൾക്ക് ഭയങ്കര പനിയും ചുമയാ. നല്ല മരുന്നാ. ഇതിൻ്റെ കൂടെ എന്നായിരുന്നു വേണ്ടതെന്നറിയോ? ഇതിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടായത് നല്ലതായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ചക്കക്കുരുവും തേങ്ങയും ശർക്കരയും കൂടെ തിരിച്ചു പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു. അതെ നല്ല വറുത്ത് കഴിയുമ്പോ ഒരെല്ലാം പാടുണ്ടോ ഒരെല്ലാം ഇട്ടിടിക്കും. അപ്പൊ ഞാൻ ഇതിനോട്ടെ നേരമായിട്ട് കാക്ക വന്നിരുന്നോണ്ട് കരയുന്നുണ്ട് കേട്ടോ. കാക്ക വന്ന് കരയുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ഒരു ദിവസമേ വരത്തുള്ളതാ കേട്ടിട്ടുള്ളത്. ഇതിപ്പോ ദേ ഉഷാമയും അമ്മും ഒക്കെ വന്നപ്പോഴത്തേനും കാണാൻ വന്നതാന്ന് തോന്നുന്നു. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. പിന്നെ കാട്ടാടിക്കും ആനകൾക്കും മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാവും ഉരുള് പൊട്ടും ഇതൊക്കെ. അപ്പത്തേനും ഇപ്പൊ 2-3 ദിവസം കൊണ്ട് കാക്ക വന്നിന്ന് കരയുന്നുണ്ട്. മുല്ലപ്പെരിയാറിന് വല്ല കാര്യത്തിൽ പോകുന്നുണ്ടോ? ഇന്ന് പോകുന്നുണ്ടോ? ഇല്ല. അല്ല ഇതെല്ലാം കൂടെ പൊട്ടിയിട്ട് എന്നോട് ഇന്നലെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. സ്വന്തമ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണേന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്നേലും പറഞ്ഞിടാം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച്. അല്ല പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇന്നലെയൊക്കെ രാത്രി ഓർത്തു. ദൈവമേ രാത്രിയിലങ്ങനെ നല്ല ഉറക്കത്തിൽ പൊട്ടി വന്നു. അല്ല പിന്നെ ഒന്നും നോക്കാനില്ല. ഒരുത്തിനും ഒരു ടെൻഷൻ പോലെ. എന്നാ പോലെ അമ്മ കാണാൻ തോന്നണോ? വീടിന്റെ അവിടെ ഒന്നും വരത്തില്ല. ആറിന്റെ ഭാര്യമാരുടെ വീട്ടിൽ താഴോട്ടാ. ചിന്നത്തെ കണ്ടിട്ട് വീണ്ടും താഴോട്ടുള്ളത് മൊത്തം പോകുന്നത്. അത് വിഷയം അറിഞ്ഞില്ലല്ലോ. അല്ല വീടിന്റെ അങ്ങോട്ട് വന്നില്ലേലും സിറ്റിയിലങ്ങോട്ട് എന്നാ തിന്നും. മലയും ചെളിയും മണ്ണും ഇത്രയും വർഷത്തെ ചെളി. ആരൊക്കെയാ ഉള്ളേ? അപ്പച്ച, അച്ചു, അമ്മു, വിച്ചു, അമ്മു, ചൂന. ചോറ് വേണ്ടെന്ന് ചോദിച്ചേ. ചോറ് തിന്നുന്നില്ലെന്ന് ചോദിച്ചു. ചോറ് തിന്നെ ഒന്ന് ഉറങ്ങാൻ പോ അല്ല കറങ്ങാൻ പോ. ഏതാ വേണ്ടേ? എവിടെയാ പോണ്ടേ? ഉറങ്ങാൻ പോണോ കറങ്ങാൻ പോണോ? എന്നെ എന്റെ എടി നിന്റെ മകളോട് ചോദിച്ചേ ഉറങ്ങാൻ പോണോ കറങ്ങാൻ പോണോന്ന്. കറങ്ങാൻ പോണോന്ന്. അതെ കൊറേ നേരം കൊണ്ട് ഉറങ്ങാൻ പോവാന്നും പറഞ്ഞോണ്ട് വന്ന. നിന്റെ ചേച്ചിയുടെ തന്നെ ശാങ്കവീദത്തൻ.
എന്ന് ശാങ്കവി ദത്തൻ. മറ്റേ പാറുവിന്റെ പേരനാ പാർവതി ദത്തൻ. പാർവതി ദത്തൻ പറഞ്ഞേ, പാർവതി ദത്തൻ. ഈ അമ്മയുടെ പേരെന്ന് പറഞ്ഞേ ഉഷയമ്മ. അടുത്ത പരിപാടിക്ക് പോവാന്ന് പറഞ്ഞ വഴിയേ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് അകത്ത് കയറി വാലടച്ച് പൂട്ടിയാ പറ്റിരുന്നു. വാളെ കാണാനില്ല, അമ്മേനെ കാണാനില്ല. അമ്മ അതായിട്ട് പോവാന്ന് വരെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും മേടിച്ചെന്നില്ല. കാലിഷോടെ പോലും കുടിക്കാണ്ട് കാലിഷോട മേടിച്ചു തരാണ്ട് ഇത്ര നാളെ ഞങ്ങളെ കൊണ്ട് പോവാന്ന്. ഇവിടെ നല്ലൊരു കടയുണ്ട്. ആ പോവാ. എന്താണ് സ്പെഷ്യൽ എന്നിട്ടാ? അമ്മ പണ്ട് ഒരിക്കലും ഇവിടെ കയറ്റി ഓർമ്മയുണ്ട്. മിഠായി സെക്ഷൻ കണ്ണടച്ചോ. എന്തായാലും കേറി നോക്കാം. മഴ കാരണം കൊച്ചു സൈഡിലോട്ട് നോക്കില്ല. മഴ അല്ലാണ്ട് മിഠായല്ല. നമ്മൾ ഏത് കട ചെന്നാലും അവിടെ പാട്ടുണ്ടാവും. ഫസ്റ്റ് എന്താണ് കഴിക്കുന്നത് വേണ്ടല്ലോ പാട്ട് തീർത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഞാനും വിചാരിച്ചിരുന്നു ചേച്ചിമാരെ കണ്ടിട്ടുണ്ടോ എവിടെയൊക്കെ വെച്ച് കണ്ടില്ല. അമ്മ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ വന്നതല്ല, നമുക്ക് എന്തെങ്കിലും ചെറുകടിയോ സാധനങ്ങളൊക്കെ തിന്ന് വയറിറങ്ങി. വിച്ചുവിന്റെ ആണ് ചെലവ്. ഓക്കെ, എന്താ വേണ്ടേ? സ്വർണ്ണം ഒന്നും ചോദിക്കരുത് ദൈവത്തെ ഓർത്ത്. എന്തോ വലുത് പറയാമെന്നതാ. ഇഞ്ചിന് പിന്നീന് വേണ്ടേ? ചൂനക്ക് ഉടുപ്പൊന്ന് മാറിക്കളഞ്ഞാ ജ്യൂസാ? ജ്യൂസ് പറയട്ടെ, ജ്യൂസ് ലൈൻ പറയട്ടെ, എന്തൊക്കെയാ പറയട്ടെ? പറയട്ടെ ജ്യൂസ്. എന്താ പിഴങ്ങിയിരിക്കുവാണോ? എന്താ പുറ്റായി വേണം. എന്താ വേണ്ടേ? അവിടെ ഒളിച്ചോടിയാണോ? മീന മീന അല്ല, നമ്മളൊന്നും പറയാണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരുന്ന നമ്മൾ ആദ്യം പുറത്താക്കും. ആ ചായ 3 ചായ. എനിക്കും ചായ. കടി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഓക്കെ. അമ്മച്ചി ചുണ്ടിരിയായിട്ട് ചമ്മുടി കെട്ടിക്കൊണ്ട് തന്നാണോ? എന്നിട്ട് എന്നെ ചെയ്ത് 5 ഡയലോഗ് പറ. ഇതാണ് ചൂന, ഇങ്ങനാണ് ചൂന, ഇങ്ങനെ മാത്രമാണ് ചൂന. 5 ഡയലോഗ്. ഇതാരാ? ശിവനോ? സാന്ത്വനത്തിലെ ശിവന്റെ ഡയലോഗാണോ? ഇതാണ് ചൂന മിണ്ടാതെ. ഞാൻ എനിക്ക് തോന്നുന്നു മറ്റേ മുട്ടായി കാണിക്കാണ്ട് ഞാൻ മുഖം പൊത്തിക്കൊണ്ടാവും. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാ. അതേ കാണിക്കും. എന്തോ കാണിച്ചു. അപ്പൊ നമ്മൾ എപ്പം വന്നാലും കീറുന്ന കട്ടപ്പനയിലെ ഏത്തച്ചാവോളിയൊക്കെ വന്നിട്ടുണ്ട്. എടുത്തോട് കൂടി കൊച്ചിന് കയ്യില് നല്ല പൂളിയും ചായയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് കിച്ചൺ ഏരിയയുടെ തൊട്ടടുത്തായിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. ഒരു കിളിവാതിൽ മാറിയൊക്കെയുണ്ട്. ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഇച്ചിരി മധുരം വേണ്ടാന്ന് പറയാൻ മറന്നുപോയി. ആണോ? ഉഷമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ഉഷമ്മയ്ക്ക് ചായ അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത കൂട്ടത്തില്ല. അതിനാ നാരങ്ങ മുട്ടായോ? അതെ അതെ. സന്തോഷമായി. അതെ, എന്നോട് ചായ ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഛർദിക്കുന്നു വിചാരിച്ച് മേടിച്ചു കൊടുത്തില്ല. അപ്പൊ ആള് നാരങ്ങ കൊണ്ട് ഇച്ചിരി കുടിക്കുകയും ചെയ്തു. വരാന്നപ്പോ ഞാൻ പറഞ്ഞ മുട്ടായി അപ്പൊ എന്നൊക്കെ വെച്ച് വന്ന് പക്ഷെ വന്നപ്പോ നമ്മള് മേടിച്ചില്ല. അത് അങ്ങ് ദേഷ്യം സങ്കടം വന്നു. സങ്കടം വന്നു മനസ്സിലായപ്പോ അവള് കാറി വിട്ടു. അമ്മയ്ക്ക് കട്ടപ്പന വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചോട്ടോ. അമ്മ ആകെ കൂടെ പറഞ്ഞത് എനിക്ക് ചൂല് മതി കേട്ടോ. ചൂല് മതി എന്ന് കണ്ട നമ്മളൊന്ന് ചൂല് മേടിക്കാൻ വന്നേക്കാന്ന് വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് നേരത്തെയൊക്കെ മേടിക്കുമായിരുന്നു. അതാണോ അമ്മ ഉദ്ദേശിച്ചത്?
നമ്മുടെയൊക്കെ വീട്ടിൽ ഇതാ ഈ പറന്ന് നിൽക്കുന്നത്. അവ മേടിക്കട്ടെ കേട്ടോ. അതാ ഞങ്ങളുടെ അവിടെ അത് അഴുക്കാൻ ദൂഷ്യം പോകുന്നു. പക്ഷെ അതാ നമ്മുടെ വീട്ടിൽ പൊടി ചാട് കേട്ടോ. ഒരു കുറച്ച് ദിവസത്തേക്ക് പൊടി ചാടും. അപ്പോൾ ഫൈനലി ആള് ചൂലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഏത് വേണം നിങ്ങളൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഹനുമാൻ ലങ്കയ്ക്ക് പോകുന്ന നമുക്ക് പോവാന്നാണ് അമ്മ പറഞ്ഞത്. ഭയങ്കര സൗണ്ടാ വണ്ടികളുടെ. ഇത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നല്ല കട്ടപ്പന ബസ് സ്റ്റാൻഡാണ്. അപ്പം അതുകൊണ്ട് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു കേട്ടോ അവിടെ എന്താ പറയുന്നത്. ഇതുങ്ങളുണ്ട് ഈ ചൂനനെ എടുത്തോളാൻ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചൊരു ഫോൺ കണ്ടിട്ടേ പോകുന്നു. ചൂന ഇറങ്ങി നടക്ക്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല സ്ഥലമാണ്. എന്തിട്ടാ കലവോ? എന്തിട്ടാ ചട്ടിക്കലവോ? സ്റ്റാൻഡ് സ്റ്റീലിന്റെ അല്ലേ? ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല രണ്ടെണ്ണം കൂടി. എന്റെ പൊന്ന് കഷ്ടകാലത്തിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെ ചൂല് അത് എന്തോരം ചൂലുണ്ടെന്ന് ഞാൻ പറഞ്ഞതാട്ടോ ഈ അമ്മയുടെ അടുത്ത്. ഇവിടെ ചൂലുണ്ടമ്മ, ഇവിടെ ചൂലുണ്ടമ്മേ. നമ്മൾ കേട്ടില്ല. എനിക്കൊരു ഗ്ലാസ് മേടിക്കണം കേട്ടോ. വേറെ ഒന്നിനല്ല, 2 വീലറിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വയ്ക്കാൻ നോക്കട്ടെ നല്ലതുണ്ടോന്ന്. അവർ പോയോ? നേരത്തെ ഒക്കെ ഇവിടെ നിറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ. ഇത്തിരി കുറഞ്ഞു പോയി. എവിടെ? ഇവിടുന്ന് ഞാൻ അവിടെ നമ്മുടെ വീട്ടിൽ കർട്ടൻ ഇതില്ല സെറ്റൊക്കെ മേടിച്ചേട്ടോ. നല്ല നല്ല നല്ലതാ. നല്ല ഇത് തന്നെ വീട്ടിൽ 2 എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കമ്പനി ഒന്നും ആയിരിക്കും. സിന്തമ്മയുടെ കണ്ണൊക്കെ പാത്രങ്ങളിലോട്ട് പോകുന്നുണ്ടല്ലോ. കുഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ മുറം ഇല്ലടാ. ആ ഉണ്ണിയപ്പ ചട്ടി ഒരെണ്ണം ഫിക്സ്. മാന്തി പുറം ചെറിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പണ്ട് വേറെ ആൾക്കാരായിരുന്നേ. നിറച്ച് സാധനങ്ങളായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പഠിക്കാൻ വരുമ്പോ ഇവിടുന്ന് ചെരുപ്പ് മേടിക്കുന്നു എപ്പോഴും. ആ അതിവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവര് മുകളിൽ ഇത്രേ ഉള്ളൂ, അതില്ല. ആ എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഉഷമ്മ ഇത് ഓഫറാണ് കേട്ടോ ഈ സാധനങ്ങള്. സിന്ധുവമ്മേ ഓഫർ പ്രൈസ് ഓഫർ ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ. ഇത് ഓഫറായി ഇത്ര സാധനത്തിനൂടെ. ചവിട്ടിയൊക്കെ ഉണ്ട്. എവിടെ നോക്ക്. ഇവിടെ മറ്റേ തുണിയൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നർ സാധനങ്ങളൊക്കെ ആട്ടോ ഈ ഒരു സെക്ഷൻ ഫുള്ള്. പാൻറ്റുകള്, ബനിയനുകളൊക്കെ നല്ല ബനിയനുകളാ കേട്ടോ. നല്ലതാ. എത്രയാണോ റേറ്റ് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ലാഭമുണ്ട് കേട്ടോ മേ. ആ പറഞ്ഞതല്ലേ, മോള് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്ക്. എന്നാലും ആണോ? 2.5 കിലോ 120. 2.5 കിലോ 120. ആ ഓക്കെ ഓക്കെ. വേണ്ട ചേച്ചി വേണ്ട ഉണ്ട്, എടുത്തുണ്ട്. ഉടുപ്പ് സെക്ഷൻ നല്ല അങ്ങനത്തെ ഇടുന്ന പിള്ളേർക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ഇടില്ല അങ്ങനത്തെ. എറേസർ ഇതിനകത്തുണ്ട്. ആ വേണ്ടേ? കട്ടറോ? ഒരു കട്ടർ കൂടെ എടുത്തോ. അമ്മ ഇവിടെ ചെടിച്ചട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടെ നല്ലതാണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലേ അമ്മയോട് ഇവിടുന്ന് ചൂലെടുത്താൽ മതി. വേണ്ടി നോക്കി എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനൊക്കെ എത്ര ചേച്ചി? 129 ഒക്കെ എടുക്കുന്നുണ്ടോ? എന്നെല്ലാം എടുക്കുന്നുണ്ടോ?
ഇത് രസമുണ്ടമ്മേ, ഇത്രയും വലുത് വേണം. പിച്ചും ജാനീനകത്തുണ്ട് കേട്ടോ. നമ്മള് അത്യാവശ്യം നല്ല മഴ വരാൻ പോകുന്നുണ്ട്. നമ്മളുടെ പർച്ചേസിങ് കാര്യങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതുകൂടെ കഴിഞ്ഞു നേരെ പോവാണ്. ഞങ്ങൾ അങ്ങനത്തെ എടുക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ റേറ്റ് കൂടുതലാ. 165 അവിടെ പൊടി പോകുന്നത്. 99 ചേച്ചി? 99. ആ ഓക്കെ ഓക്കെ. അമ്മമാർ രണ്ടുപേരും ഇന്നുകാണെ ഇറങ്ങുമോന്ന് അറിയാൻ വേണ്ടി ഒന്ന് മിണ്ടാണ്ട് നിന്ന് നോക്കിയതാ. ഇപ്പുറത്ത് പോയിട്ട് പക്ഷെ ഇത് 99 രൂപ ഉള്ളു കേട്ടോ. ഞങ്ങളവിടെ ഈ സാധനം 165 രൂപയാ. ആ ഇങ്ങോട്ട് ഞാൻ അന്നേരം മലയാളത്തിൽ പറഞ്ഞ കൈസി പറഞ്ഞ എടുത്തപ്പോ ഇവര് സമ്മതിച്ചില്ല. പിച്ചു പോസ്റ്റ് അടിച്ചു കേട്ടോ. ഇന്നുങ്ങാണ് ഇതുങ്ങൾ ഇറങ്ങും. ആ തുറക്കട്ടെ. ഒരു കട്ടപ്പനയ്ക്ക് വരവ് വന്നാട്ടോ. ഡിക്കിയിൽ അത്യാവശ്യം സാധനമായി. ഇനി പോയേക്കാം. വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ.